ഞാൻ ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടിയിലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം വലിയൊരു ആത്മീയ വിരുന്നായിരുന്നു. എൻ്റെ ഇടവകയിൽ 450ഓളം കുടുംബാംഗങ്ങളുണ്ട്. ഒരു മലയോര പ്രദേശമായ ഈ പ്രദേശത്തുള്ള എല്ലാ ഇടവകക്കാരും കൃഷി ഉപജീവനമായി മുന്നിൽ കണ്ട് ജീവിക്കുന്നവരാണ്. അവരെല്ലാവരും തന്നെ ഏകദേശം 95% ആളുകളും കുടുംബാംഗങ്ങളും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. താമരശ്ശേരി രൂപതയുടെ കുടിയേറ്റ ജനതയുടെ കർഷകരുടെ ഹൃദയ താളങ്ങളെ കാതോർത്ത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ച് ആ പുണ്യവതിയുടെ ജീവിത മാതൃക തൻ്റെ ജീവിതത്തിലും തൻ്റെ പ്രസംഗത്തിലും ഓരോ നിമിഷവും തൻ്റെ പ്രിയപ്പെട്ട അജഗണങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സ്വർഗീയ ജെറൂസലേമിലേക്ക് ധീരതയോടെ അനീതിക്കെതിരെ കർഷകർക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ പടവാളോങ്ങി ഈശോയുടെ വിശ്വസ്ത മിങ്കാമിയായി നമ്മെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവ് നമ്മോടൊപ്പമുണ്ട്. അഭിമന്യ പിതാവിനെ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്കും ഈ വേദിയിലേക്കും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ റൂബി ജൂബിലി വർഷത്തിൽ കടന്നു പോവുകയാണ്. 40 വർഷമായി രൂപത സ്ഥാപിതമായിട്ട് 1986 ഏപ്രിൽ 28 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയാണ് വിശുദ്ധ അൽഫോൻസാമയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമുക്ക് നൽകിക്കൊണ്ട് ഭരമേൽപ്പിച്ച് നമ്മുടെ രൂപത സ്ഥാപിതമായത്. ആ റൂബി ജൂബിലി 40 വർഷത്തെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന അവസരം ഒരു 3 വർഷമായി വിവിധ പ്രോഗ്രാമുകൾ നാം നടത്തുന്നുണ്ടായിരുന്നു. അത് 30 പരിപാടികളാണ് നമുക്ക് ഈ റൂബി ജൂബിലിയോടുകൂടി ചേർന്ന് നാം ക്രമീകരിച്ചത്. എല്ലാം കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ സമാപനത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുക. ഏപ്രിൽ 18 തീയതിയാണ് അതിൻ്റെ സമാപനം നടക്കുക. അതിന് മുന്നോടിയായിട്ട് ആത്മീയമായ ഒരുക്കം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. നാം നമ്മുടെ അസംബ്ലിയിൽ 3 വർഷം മുൻപ് നാം ഒരുമിച്ച് അസംബ്ലി ചേർന്ന് ഓരോ കൂട്ടായ്മയിലും കുടുംബ കൂട്ടായ്മയിലും നമ്മുടെ രൂപത ഇനി അടുത്ത 10 വർഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഒരുമിച്ച് നാം ചിന്തിക്കുകയും തീരുമാനങ്ങളെല്ലാം എടുക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് നമുക്ക് ഈ ഒരു 2-3 വർഷം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുകയാണ്. ആത്മീയമായ ഒരുക്കത്തിൽ ചിന്തയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ കൃപ നൽകി നമ്മുടെ ചിന്തകളിലൂടെ എല്ലാ ഇടവകയിലും പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുക. ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി വലിയ കൃപ തീരുമാനം ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോജോ അച്ഛനോട് സഹപ്രവർത്തകരോട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്കുണ്ട്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാന സംഘം ഇതിനായിട്ട് സമ്മതം മൂളിയത്. നമുക്ക് എത്രയോ എനിക്ക് വലിയ അത്ഭുതമായി പോയി. അവരാഗ്രഹിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഈ നമ്മുടെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ട് വളരെ നാളുകളായിരുന്നു. അപ്പോൾ ഇക്കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛന്മാരോട് വികാരിയച്ഛന്മാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അതിന് സമ്മതം മൂളുകയാണ് ചെയ്തത്. നമ്മുടെ രൂപതയിലെ ഈ 1 വർഷം കൊണ്ട് എല്ലായിടത്തും എത്തുക സാധ്യമല്ല. 40 ഇടവകകളിലാണ് ഈ പ്രിയപ്പെട്ട അച്ഛന്മാർ ഈ വർഷം. ഇനിയും തുടർന്ന് മറ്റിടവകളിലും വരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്.
അപ്പോൾ റൂബി ജൂബിലി കഴിയുമെന്നേ ഉള്ളൂ. എങ്കിലും ഇതിന് വലിയൊരു കൃപ നമ്മുടെ രൂപതയ്ക്ക് മുഴുവനായിട്ടും ലഭിക്കുകയാണ്. വലിയ സന്തോഷത്തോടുകൂടി പോപ്പുലർ മിഷൻ ധ്യാനം ഒരിടത്ത് നടത്തിയാൽ അടുത്ത 10 വർഷത്തേക്ക് വേണ്ട ആത്മീയ ശക്തി ദൈവജനത്തിന് കിട്ടുന്നെന്നാണ് നാം കരുതുന്നത്. പ്രിയപ്പെട്ട വിൻസെൻഷ്യൻ സഹോദരന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്കറിയാം. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ കാലഘട്ടത്തിൽ പാരീസ് അതുപോലെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം തന്നെ പട്ടിണിപ്പാവങ്ങളായിരുന്നു, നിരക്ഷരകുഷികളായിരുന്നു. അവർക്ക് ജ്ഞാനമില്ലായിരുന്നു, അറിവില്ലായിരുന്നു. പ്രിയപ്പെട്ട വിശുദ്ധൻ നിരവധി സ്ഥലങ്ങളിലേക്ക്, നിരവധി ഇടവകളിലേക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനവുമായിട്ട് കടന്നു ചെന്നു. അവിടെയെല്ലാം വലിയ മാനസാന്തരമാണ് സാധിച്ചത്. പിന്നീട് അദ്ദേഹം വിൻസെൻഷ്യൻ സന്യാസ സമൂഹം സ്ഥാപിച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കിട്ടിയ ആ വലിയ ചൈതന്യം നശിച്ചു പോകാതെ വിൻസെൻഷ്യൻ സഹോദരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വലിയ സുവിശേഷ പ്രഘോഷണ പരമ്പര തന്നെ എല്ലായിടത്തും എത്തിച്ചു. അങ്ങനെ വിൻസെൻഷ്യൻ സഹോദരന്മാർ നമുക്ക് നമ്മുടെ ഈ കേരളത്തിലും ഈ വലിയൊരു ചൈതന്യം, വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ആ ചൈതന്യം സ്വന്തമാക്കിക്കൊണ്ട് കേരളത്തിൽ സ്ഥാപിതമായ സന്യാസ സമൂഹമാണ് വിൻസെൻഷ്യൻ. ഈ പ്രിയപ്പെട്ട ജോജോ അച്ഛനും ടീം അംഗങ്ങളും അവർ നിരവധി പ്രോവിൻസുകളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്ഭുതകരമായ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സന്യാസ സമൂഹത്തെ നാം അടുത്തു ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല എന്ന് വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വചനത്തിൽ സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായിട്ട് ദൈവത്തെ കാണാൻ പറ്റും. അങ്ങനെ സൃഷ്ടവസ്തുക്കളിലൂടെ, അനുഭവങ്ങളിലൂടെയാണ് ദൈവത്തെ നാം കാണുക. അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തെ കാണാൻ സാധിക്കുന്ന വലിയ അത്ഭുതമാണ്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ സ്ഥാപിച്ച സന്യാസ സമൂഹം വിൻസെൻഷ്യൻസ് അവരിപ്പോൾ പോപ്പുലർ മിഷനൊന്നും അധികം നടത്തുന്നില്ല. പക്ഷേ ഈ പോപ്പുലർ മിഷൻ ഏറ്റെടുത്ത് പൂർണ്ണമായി നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര വൈദികരാണ്. അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ആഫ്രിക്കയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയ ശുശ്രൂഷയാണ് സ്നേഹത്തോടുകൂടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ മെൽബണിൽ അവിടെ മനോഹരമായ ഒരു സെൻ്ററാണ് അച്ഛൻ. ഞാനവിടെ പോയി പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. മെൽബണിൽ ഈ അടുത്ത കാലത്താണ് പുതിയ സെൻറ്റർ വെഞ്ചരിച്ചത്. അവിടെ കടന്നു വരുന്നത് മലയാളികളല്ല, എല്ലാവരും ആ നാട്ടിലുള്ളവരാണ്. അവരാണ് ഈ വചനം കേൾക്കാനായിട്ട് വരുന്നത്. അത് അവിടെ മാത്രമല്ല, ആഫ്രിക്കയിലും എല്ലാ സ്ഥലങ്ങളിലും അവരെത്തി. ഞാൻ ഉഗാണ്ടയിൽ ഒരിക്കൽ കമ്പാല, ഉഗാണ്ടയുടെ ക്യാപിറ്റൽ കമ്പാലയിൽ ചെന്നപ്പോൾ അവിടെ ഒരു വൈദികൻ അവിടെ തന്നെ മരിച്ചു. നമ്മുടെ പറമ്പിൽ അല്ലേ, അച്ഛന് അവിടെ മരിച്ചു. പക്ഷേ ഈ വിൻസെൻഷ്യൻ സഹോദരനാണ് അവിടെ വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുൻപ് അവിടെ എത്തി സുവിശേഷം പ്രസംഗിച്ച് അവിടെ തന്നെ മരിച്ച് കബറടക്കിയിരിക്കുക. അത് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശുദ്ധനായിട്ടാണ് അവരച്ഛനെ കാണുന്നത്. എത്രയോ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കബറടത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി. കണ്ടോ, നമ്മുടെ ഇവിടെ നിന്ന് ഈ പ്രിയപ്പെട്ട അച്ഛന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയാണ്. പ്രിയപ്പെട്ട പനിക്കലച്ഛനെയും നായിക്കമ്പറമ്പിലച്ഛനെയൊക്കെ അറിയാത്തവരാരും തന്നെ ഇല്ലല്ലോ. അതെല്ലാം ഈ സന്യാസ സമൂഹത്തിൻ്റെ വലിയ സംഭാവനകളാണ്. അപ്പോൾ അവർ ചെറിയൊരു സമൂഹമായിട്ട് ആരംഭിച്ച് വലിയൊരു വടവൃക്ഷമായി തീർന്നു. അങ്ങനെയാണല്ലോ ഈശോ പറഞ്ഞു, ഒരു കടുകുമണി അത് ആയിക്കഴിഞ്ഞാൽ അത് വളർന്ന്, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട വിൻസെൻഷ്യൻ സഹോദരന്മാർ നമ്മളോടുകൂടി ഉള്ളപ്പോൾ എന്തൊരു അനുഗ്രഹമാണ്. ചെമ്പനോടെ ഇടവക ഈ ദിവസങ്ങളിലൂടെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നമ്മെ ഓരോരുത്തരെയും കൃപ നമ്മിലേക്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവരെ നമ്മുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. എത്രയോ കൃതജ്ഞതയോടും സന്തോഷത്തോടു കൂടി ആയിരിക്കണം നാം ആയിരിക്കേണ്ടതും. നമുക്ക് വേണ്ടി നിരവധി തവണ ഇവിടെ വന്ന് ഒരാഴ്ച മുഴുവനും നമ്മുടെ വീടുകളിലെല്ലാം സന്ദർശിച്ച് നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ചിട്ട് ഒന്നും വാങ്ങാതെ തിരികെ പോകുമ്പോൾ നമുക്ക് നിങ്ങൾ വചനം പങ്കുവെക്കുന്നവർ ഒന്നും സ്വീകരിക്കരുതെന്ന ഈശോയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുക. പിന്നെ ഇവർക്ക് എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ദൈവം കൊടുക്കും.
നമുക്ക് ഈ ലഭിച്ച ഊർജം, ആത്മീയ ശക്തി, കരുത്ത് നഷ്ടപ്പെട്ടു പോകാതെ, പിശാച് വന്ന് നമ്മെ കീഴടക്കാതെ തീഷ്ണതയോടുകൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദിമസഭയുടെ ഒരു ചൈതന്യം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആദിമ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവർക്ക് വ്യത്യസ്തമായ ആശയങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ജീവിത ശൈലികളില്ലാഞ്ഞിട്ടല്ല, യേശുവിനെ ഓർത്തപ്പോൾ, ക്രിസ്തു സ്നേഹത്താൽ ജ്വലിച്ചപ്പോൾ അവരൊരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആ ഒരു ചൈതന്യം നമ്മുടെ ഇടവക ഒരു ഹൃദയം ഒരു ആത്മാവ് എന്നതുപോലെ ഒറ്റ സമൂഹമായി ഒരേ താല്പര്യത്തോടുകൂടി ഏക മനസ്സോടുകൂടി ഒരുമിച്ച് നിന്നപ്പോഴാണ് നമുക്കിത് വലിയ ആത്മീയ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചത്. നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. എപ്പോഴും ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തും എന്നൊരു വലിയ പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ പ്രത്യാശയുടെ, യു ആർ ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പഠിപ്പിച്ചത്. ഈ പ്രത്യാശയുടെ വർഷം പ്രത്യാശയുടെ വാതിൽ തുറന്നുകൊണ്ട് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചത് നമുക്ക് ഒരു പ്രത്യാശയുടെ വർഷമാണ്. തൻ്റെ ഏകജാതനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നാം ദർശിച്ചത്. അപ്പോൾ ഇതൊരു പ്രത്യാശയുടെ വർഷമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമ 5:5 നമുക്കെല്ലാവർക്കും കൂടി ഏറ്റു പറയാം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ പ്രത്യാശ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈശോയുടെ സ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് ഈശോയുടെ നല്ല സ്നേഹമുണ്ടോ, നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരാണ്. നിരാശപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. അതുകൊണ്ട് ഈ വലിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സമാപനത്തിലെത്തുമ്പോൾ എഫെസൂസുകാർക്ക് അപ്പസ്തോലൻ എഴുതിയ വചനം പങ്കുവെക്കാൻ ആത്മാവ് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലൻ എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിൽ എന്ന് അപ്പസ്തോലൻ പറയുന്നത്. 22 മുതലുള്ള വചനങ്ങൾ: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. അപ്പോൾ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ, അതായത് പിശാചിൻ്റെ ആക്രമണത്താൽ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ, ചെറിയ നുണ പറയുക, ഓരോരോ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ അശുദ്ധി, ദുർവൃത്തി, വഞ്ചന, വ്യഭിചാരം, സ്വവർഗഭോഗം, കോപം, അസൂയ, അങ്ങനെ ഒരു പട്ടിക തന്നെയാണല്ലേ അപ്പസ്തോലൻ നൽകുന്നത്. ഇത് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. ദൂരെ, അടുത്തൊന്നും എറിഞ്ഞാൽ നമ്മൾ പിന്നെ ആവശ്യം വരും പോയി എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ദൂരെ ഒരിക്കലും എറിയാൻ പറ്റില്ല. നമുക്കിവിടെ പോവുകയാണെങ്കിൽ ജാനകിക്കാട്ടിൽ പോയി എറിയാം അല്ലേ, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോത്തൊക്കെ ഉണ്ടെന്നാണല്ലോ ഇടയ്ക്ക് കാണുന്നത്. അത്ര ദൂരെ കൊണ്ട് നമുക്കെറിയാം ഒരിക്കലും. അതാണ് ദൂരെ എറിയവിൻ എന്ന് പ്രത്യേകമായിട്ട് പറയാം. അപ്പസ്തോലൻ പറഞ്ഞു, ദൂരെ എറിയവിൻ. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നിങ്ങൾ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നത്, നമുക്ക് ഈ നല്ല തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. എല്ലാവരും നല്ല തീരുമാനം. മക്കൾ നല്ല തീരുമാനം എടുത്തില്ലേ? എടുത്തോ? ഉണ്ട്. നന്നായിട്ട് പഠിക്കും, പപ്പ മമ്മിയൊക്കെ പറഞ്ഞാൽ ഇനി നന്നായിട്ട് അനുസരിക്കും, അങ്ങനെ എന്തെല്ലാം നല്ല അല്ലേ, എല്ലാം നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഴയ രീതിയെല്ലാം ദൂരെ എറിയും. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ ജീവിത രീതി ദൂരെ എറിയും. പുതിയ മനുഷ്യനെ നാം ധരിക്കുകയാണ്. അത് പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാം എന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നാണ് അപ്പസ്തോലൻ തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും അയൽക്കാരോട് സത്യം സംസാരിക്കണം. അതുകൊണ്ട് എല്ലാവരും സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. കള്ളത്തരം പറയുന്ന ആളുകൾ അത് പഴയ മനുഷ്യനാണ്. വഞ്ചന നിറഞ്ഞ ആസക്തികളാണ്. വ്യാജം പറയുന്ന ആളുകൾ അത് പഴയ മനുഷ്യൻ, ദൂരെ എറിയണം. ഇനി കള്ളത്തരം പറയാതിരുന്നാൽ മാത്രം പോരാ, സത്യം പറയുകയും ചെയ്യണം. അതാണ് പുതിയ മനുഷ്യൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്.
അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചുകൊണ്ട് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാകമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ നോക്കി ആരാധിച്ചുകൊണ്ട് ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന കരങ്ങൾ വീശി ഈശോയെ. എല്ലാവരും ആരാധന ഈശോയെ. ചേർന്ന് പാടിക്കേ. ആരാധന ഈശോയെ. ആരാധന ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവൽത്താരയിലായിരുന്നു കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചു നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഭക്തിയോടെ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നോക്കുകയെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈപിടിച്ച് നയിക്കും. ആദിയിൽ ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യം, ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ ചൈതന്യം, അസ്ഥികളുടെ താഴ്വരയിൽ ഒരു സൈന്യനിര പോലെ പുതുജീവിതത്തിലേക്ക് പ്രവാചകന് ദർശനം നൽകി പരിശുദ്ധാത്മ അഭിഷേകം നൽകിയ ചൈതന്യം. ഇതാ ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ജോയൽ പ്രവചനം 2:28 തിരുവചനം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവിൻ. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുദാശകളുടെ സ്വീകരണത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ദൈവമേ അങ്ങേ പ്രിയ മക്കളുടെ മേൽ ഇപ്പോൾ ഇരട്ടിയായി പകർന്നു നൽകണമേ. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും കരങ്ങൾ അല്പം ഒന്ന് യാചന രൂപത്തിൽ തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ആഗ്രഹത്തോടെ മറ്റൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരുടെയും അധരങ്ങളിൽ
ഈ ഒരു സുഹൃതം മാത്രം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരാഴ്ചക്കാലം നമുക്ക് ലഭിച്ച ആത്മീയ കൃപയുടെ നിറവിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാർക്ക് കരുത്തു നൽകിയ പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികൾക്ക് വിശ്വാസത്തിന്റെ ചൈതന്യത്തിന് നിറവ് നൽകിയ പരിശുദ്ധാത്മാവ്, നമ്മളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് നേറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യീശോയെ, എല്ലാവരും സ്ഥലമേർത്തി പ്രാർത്ഥിച്ച്, ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, അഭിഷേകത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചു നയിക്കണമേ. ആദിയിൽ ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യമേ, ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ ചൈതന്യമേ, സ്ലീഹന്മാരെ, പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, രാജാക്കന്മാരെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ ചൈതന്യമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ സ്വഭാവത്തെ, ചിന്താരീതിയെ, പെരുമാറ്റ ശൈലിയെ വിശുദ്ധീകരിക്കുവാൻ ദൈവമക്കളുടെ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു നയിക്കുവാൻ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇരുകരങ്ങളിൽ ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെച്ച് ദിവ്യകാരുണ്യീശോയെ, എല്ലാവരും ദിവ്യകാരുണ്യീശോയെ, എന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ശരീരത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമേ നിന്റെ ചൈതന്യത്തിന്റെ അഭിഷേകം പകരണമേ. എന്റെ മനസ്സിന്റെ ഭാരങ്ങളെ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ എന്നിവ എടുത്തു മാറ്റി ധൈര്യം നൽകണമേ, പ്രത്യാശ നൽകണമേ, സന്തോഷം നൽകണമേ, ആനന്ദം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ചൈതന്യമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, കൃപ നിറഞ്ഞവനെ ആരാധന. പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങൾക്ക് ഇരട്ടി കരുത്ത് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് വിമൽ. ഞാൻ ചെമ്പനോട സെൻറ്റ് ജോസഫ് ചർച്ചിലെ കൈക്കാരനും നിലവിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറും കൂടിയാണ്. ഞങ്ങളുടെ ഇടവകയിൽ 450 കുടുംബങ്ങളാണുള്ളത്. അതിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം 2 സെൻറ്ററുകളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് പാവനാത്മ നഗർ എന്ന് പറഞ്ഞതും സാൻജോ നഗർ എന്ന പള്ളിയുടെ പരിസരത്തുമാണ് നടന്നത്. ഈ ധ്യാനത്തിൽ ഈ ഇടവകയിലെ ഏകദേശം 90-95% ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും, ഇടവകയിലുള്ള എല്ലാവർക്കും ഒരു ദൈവിക അനുഭവമായിരുന്നു ധ്യാനം. അതുപോലെ തന്നെ ഈ ധ്യാനം നടത്താൻ മുൻകൈയെടുത്ത വികാരി അച്ഛനും ഈ ധ്യാനം നടത്തിയ ജോജോ അച്ഛനും തോമസ് അച്ഛനും ടീം അംഗങ്ങൾക്കും ഈ ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സണ്ണി, വീട്ടൂർ വാതലൂർ കലായിൽ. 32 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടക്കുന്നത്. ആ ധ്യാനം നടക്കുന്ന ആദ്യം 32 വർഷം മുമ്പ് ഒരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇടവയിൽ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ 2 സെൻറ്ററുകളായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഒന്ന് സാൻജോസ് നഗർ, ഒന്ന് പാവനാത്മ നഗർ. പാവനാത്മ നഗർ കുന്നക്കാട്ട് ജോയിയുടെ എന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു നടന്നിരുന്നത്. അവിടുത്തെ കൺവീനറായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. ആ കൺവീനർ സ്ഥാനം പ്രവർത്തിച്ചപ്പോൾ 10 യൂണിറ്റുകളിൽ ഉൾപ്പെടുന്നതായിരുന്നു ആ പാവനാത്മ നഗറിൽ ഉണ്ടായിരുന്നത്. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും സജീവമായിട്ട്
ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ 190ഓളം കുടുംബങ്ങളുണ്ട് ആ പാപ്പനാത്മാ നഗറിൽ പെട്ടിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 90% ആൾക്കാരും കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളും കടന്നു വന്നു. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒരു ആത്മീയ ഉണർവ് എല്ലാ മക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണാനുഭവ ശുശ്രൂഷ വളരെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിരുന്നു. അതുപോലെ മാമോദീസ വാഗ്ദാനം, നവീകരണ വാഗ്ദാനം, അതും വളരെ അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ വിവാഹ നവീകരണ ഇതും ശുശ്രൂഷയും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതോടൊപ്പം തന്നെ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുവാനായിട്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ്. ഇങ്ങനെ വിടുക്കുക ഇത്രയും കാലങ്ങളായില്ല. ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുവാണെങ്കിൽ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീരാച്ചൻ പറയുന്നത് ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് നമുക്ക് നടത്താമെന്ന്. അതോടൊപ്പം തന്നെ നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ ഇവിടെ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സജീവമായി എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. എല്ലാ അംഗങ്ങളും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം സജീവമായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജോസ്, വീട്ടുപേരോരത്ത്. കഴിഞ്ഞ 7 വർഷമായി ചെമ്മനാട് ഇടവക ദേവാലയത്തിൽ ദേവാലയ ശുശ്രൂഷയായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസമായി ഈ ഇടവകയിൽ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ ഇടവകയുടെ നവീകരണത്തിനും പുരോഗതിക്കും കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 95% ഇടവക ജനങ്ങളുടെയും സഹകരണം ഈ ധ്യാനത്തിലുണ്ടായി എന്നുള്ള കാര്യം വളരെ സന്തോഷകരമാണ്. ഇടവകയുടെ നന്മയ്ക്ക് ഉതകിയ ധ്യാനം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന വൈദികർക്കും അതിന് എല്ലാ ക്രമീകരണം ചെയ്ത എല്ലാവർക്കും ഒരു ഇടവക ദേവാലയ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ടോമി ജേക്കബ് പള്ളിക്കാട്ടിൽ. ഞാൻ ചെമ്പനോട ഇടവകാംഗമാണ്, മുൻ ട്രസ്റ്റിയുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പാരിഷ്കാരൻ്റെ ചാർജ് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ധ്യാനം ഞങ്ങളെ സംബന്ധിച്ചോളം പോപ്പുലർ ധ്യാനം വളരെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഈ ധ്യാനത്തിന് എല്ലാം മുൻകൈ എടുത്ത ഞങ്ങളുടെ പ്രിയങ്കരനായ വികാരിയച്ഛൻ, അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. ഒരു പുത്തൻ അനുഭവവും അതുപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്.